ഹായ് ഫ്രണ്ട്സ്, അക്കോഡിജിയോ പെർഫുണ്ടോ. ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2020 അക്കോഡിജിയോയിലെ ലൈനപ്പിൽ വന്നിട്ടുള്ള 1996 ഇറങ്ങിയിട്ടുള്ള അക്കോഡിജിയോ പ്യൂറോം ഓടെ ടോയ്ലറ്റ് വെർഷൻ്റെ ഒരു ഫ്ലാങ്കറായിട്ടാണ് 2020 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ പെർഫ്യൂം ഒരു അക്വാട്ടിക്, മറൈൻ, സിട്രസി, ഫ്രഷ്, വുഡി, മിനറൽ, സാൾട്ടി അങ്ങനെയുള്ളൊരു പെർഫ്യൂമാണിത്. പിന്നെ ഈ പെർഫ്യൂമിൽ കലോണെ എന്ന് പറഞ്ഞൊരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു നോട്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇവർ. ഈ കലോണ എന്ന് പറഞ്ഞാൽ ഒരു കടലിൻ്റെ അക്വാട്ടിക് സ്മെല്ല് കിട്ടുന്ന ഒരു കടലിൻ്റെ മണമാണ് കലോണ എന്ന് പറഞ്ഞ സിന്തറ്റിക് നോട്ടിൻ്റെ. ഈ പെർഫ്യൂം ഫ്രഷ് പെർഫ്യൂമാണ്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. നമുക്ക് ഒരു എനർജറ്റിക് വൈബ് കിട്ടും ഈ പെർഫ്യൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ നല്ല സ്മെല്ല് വരുന്നത്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രഷ് സ്മെല്ലാണ്. ഇതിൻ്റെ പിന്നെ കോംപ്ലിമെൻ്റൊക്കെ എന്തായാലും കിട്ടുന്നൊരു പെർഫ്യൂമാണിത്. എന്തായാലും കോംപ്ലിമെൻ്റ് കിട്ടും. അങ്ങനത്തെ പെർഫ്യൂം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ്. ആർക്കും തലവേദന ഉണ്ടാക്കുന്ന സ്മെല്ലല്ല. ഇഷ്ടപ്പെടുന്ന ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഏത് ക്ലൈമറ്റിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വിൻ്ററിലോ സമ്മറിലോ ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. ഒഫെൻസീവായിട്ടുള്ള പെർഫ്യൂം അല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും, ഒന്നുകൂടി ചെറുപ്പക്കാർക്കായിരിക്കും ഈ പെർഫ്യൂം സൂട്ടാകുക. കുറച്ചും കൂടി ഏജായവർക്ക് ഇതിൻ്റെ തന്നെ അക്കോഡിജിയോ പെർഫോമോ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമുണ്ട്. ഇതൊന്നുകൂടി മെച്ചുവർഡായിട്ടുള്ള വെർഷനാണ്. ഈ പെർഫ്യൂം ഇതിൻ്റെ ക്രിയേറ്റർ ആൽബർട്ടോ മൊറിലാസ് എന്ന് പറഞ്ഞ സ്പാനിഷ് ഫ്രഷ് പെർഫ്യൂമിൻ്റെ രാജാവെന്ന് പറയാം. അദ്ദേഹമാണിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം തന്നെയാണ് ഡോൾജെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസ്, അതുപോലെ വെർസാച്ചെ ഡിലൻ ബ്ലൂ, വെർസാച്ചെ പ്യൂറോം, ഈ പെർഫ്യൂമൊക്കെ ഒരുപാട് ഫ്രഷ് പെർഫ്യൂംസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രഷ് പെർഫ്യൂമിൻ്റെ രാജാവെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റിയ ഒരാളാണ് ആൽബർട്ടോ മൊറിലാസ്. സ്പാനിഷുകാരനാണ്. അദ്ദേഹമാണ് ഈ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ്. ഫേവറേറ്റ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് പെർഫ്യൂമിൽപ്പെട്ട ഒരു പെർഫ്യൂമാണിത്. പക്ഷേ ഇതിൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ലോഞ്ചിവിറ്റി ഇല്ല തീരെ. 1 മണിക്കൂർ നേരത്തോളം പ്രൊജക്ഷൻ ഉണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രൊജക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ നടന്നു പോകുമ്പോഴും നമ്മളെ ആളുകൾക്ക് നന്നായിട്ട് ഇതിൻ്റെ സെൻറ്റ് കിട്ടും. സെൻറ്റിൻ്റെ വൈബ് കിട്ടും, ആ ഫീല് കിട്ടും. കോംപ്ലിമെൻ്റ് എന്തായാലും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. പക്ഷേ ഇതിന് ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ, അതിൽ കൂടുതൽ ഇതിന് ലോഞ്ചിവിറ്റി ഈ പെർഫ്യൂമിനില്ല. പിന്നീട് നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണിത്. ലോ ബഡ്ജറ്റിൽ വരുന്ന പെർഫ്യൂമല്ല, അത്യാവശ്യം നന്നായിട്ട് റേഞ്ച് വരുന്നൊരു പെർഫ്യൂമാണ്. എന്നിട്ട് ഇത്ര 3 മണിക്കൂർ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ലോഞ്ചിവിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒന്ന് ബാക്കോട്ട് നിർത്തുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം ഉപയോഗിച്ച ആളുകൾ ഇതിൻ്റെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക. എനിക്കിങ്ങനെയാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കുക.